വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ മറവിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ മണൽ കള്ളക്കടത്ത് വ്യാപകമാകുന്നെന്ന് പരാതി. 2 ദിവസം കൊണ്ട് 40 ലോഡ് ആറ്റുമണൽ കടത്തിയതായാണ് ആരോപണം. ഇതിനുവേണ്ടി വ്യാജ പാസ് നിർമ്മിച്ചതായി കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പഞ്ചായത്ത് അടക്കം ആരോപിക്കുന്നു. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ മറവിൽ എറണാകുളം വടക്കേക്കരയിൽ വൻ മണൽക്കൊള്ള നടന്നതായാണ് പരാതി. മണൽ കടത്തിയ വാഹനത്തിന്റെ ചിത്രവും നമ്പരും ഉൾപ്പെടെ മേജർ ഇറിഗേഷൻ വകുപ്പിനും പോലീസിനും പരാതി നൽകിയിട്ടും വ്യക്തമായി അന്വേഷണം നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കുര്യാപ്പള്ളി പാലത്തിന് താഴെ നിന്ന് കോരിയ മണലാണ് കടത്തിക്കൊണ്ടുപോയത്. 2 ദിവസങ്ങളിലായി ഏകദേശം 40 ലോഡ് മണൽ കടത്തിയെന്നും മണൽ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട 2 വാർഡംഗങ്ങൾ സ്ഥലത്തെത്തി ചോദ്യം ചെയ്തെങ്കിലും മണൽ കൊണ്ടുപോകുന്നവർ പാസ് കാണിക്കുകയായിരുന്നു. പാസിൽ ഇറിഗേഷൻ എന്ന് രേഖപ്പെടുത്തിയതിനാൽ ഇവർ കൂടുതൽ പരിശോധന നടത്തിയില്ല. എന്നാൽ പിന്നീട് ഇറിഗേഷൻ വകുപ്പിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള പാസോ അനുമതിയോ ആർക്കും നൽകിയിട്ടില്ലെന്നും മണൽ കൊണ്ടുപോയവർ കാണിച്ചത് വ്യാജ പാസ്സായിരുന്നെന്നും വ്യക്തമായത്. നമ്മുടെ പഞ്ചായത്തുകളിലാകെ വന്ന തോടുകളുടെ എണ്ണം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇറിഗേഷൻ വകുപ്പ് തന്നതാണ്. അപ്പോൾ ആ വർക്കിൻ്റെ മണ്ണാണ്. ആ മണ്ണ് നിയമത്തിൽ പറയുന്നത് എടുത്ത മണ്ണ് അതാത് പഞ്ചായത്തുകളിൽ സൂക്ഷിക്കണം. ആ മണ്ണ് ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിന് അതിൻ്റെ വാല്യുവേഷൻ എടുത്ത് കൊടുത്തതിന് ശേഷം ടെൻഡർ നടപടി സ്വീകരിക്കണം എന്നാണ്. എന്നാൽ മാത്രമേ വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഈ മണ്ണ് അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയും വാഹന ഉടമയും വിളിച്ചു വരുത്തിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാട്ടുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. ന്യൂസ് മലയാളം, കൊച്ചി.